വിശുദ്ധ പൗലോസ് തിമോഥെയോസിനെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം. മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ശുശ്രൂഷയാണ് ആഗ്രഹിക്കുന്നത് എന്നത് വിശ്വാസയോഗ്യമായ വചനമാണ്. മെത്രാൻ ആരോപണങ്ങൾക്കതീതനും ഏകഭാര്യയുടെ ഭർത്താവും സമചിത്തനും വിവേകിയും ബഹുമാന്യനും അതിഥി സൽക്കാരപ്രിയനും പ്രഗത്ഭനായ പ്രബോധകനുമായിരിക്കണം. അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത്. സൗമ്യശീലനും കലഹിക്കാത്തവനും ദ്രവ്യാസക്തിയില്ലാത്തവനുമായിരിക്കണം. അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ വിധേയത്വത്തിലും സകല മാന്യതയിലും വളർത്തുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബം ശരിയായി നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ പരിരക്ഷിക്കും? അവൻ പുതുവിശ്വാസിയായിരിക്കരുത്. ആയാൽ അവൻ നിലവിട്ട് പിശാചിൻ്റെ ശിക്ഷാവിധിയിൽ പതിച്ചേക്കാം. കൂടാതെ അവൻ സഭയ്ക്ക് പുറത്തുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ കുറ്റാരോപണത്തിലും പിശാചിൻ്റെ കെണിയിലും പെട്ടുപോയെന്നു വരാം. അതുപോലെ തന്നെ ഡീക്കന്മാർ ആദരണീയരായിരിക്കണം. കപടഭാഷികളോ മദ്യാസക്തരോ ലാഭക്കൊതിയരോ ആയിരിക്കരുത്. അവർ നിർമ്മല മനസാക്ഷിയോടെ വിശ്വാസത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നവരാകണം. ആദ്യമേ അവർ പരിശോധിക്കപ്പെടണം. കുറ്റമറ്റവരെന്ന് കണ്ടാൽ അവർ ശുശ്രൂഷ ചെയ്യട്ടെ. അപ്രകാരം തന്നെ സ്ത്രീകൾ ആദരണീയരും പരദൂഷണം പറയാത്തവരും സംയമനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരുമായിരിക്കണം. ഡീക്കന്മാർ ഏകഭാര്യയുടെ ഭർത്താക്കന്മാരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം. എന്തെന്നാൽ നന്നായി ശുശ്രൂഷ ചെയ്യുന്നവർ നല്ല സ്ഥാനവും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലൂടെ തികഞ്ഞ സ്ഥൈര്യവും നേടും. നിന്റെ അടുത്ത് വേഗം എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ഞാൻ നിനക്കെഴുതുന്നു. എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടതെങ്ങനെയെന്ന് നീ അറിയാനാണിത്. നമ്മുടെ ഭക്തിയുടെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതിമത്കരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് ദൃശ്യനായി, ജനതകൾക്കിടയിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകം അവനിൽ വിശ്വസിച്ചു. മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് തിമോഥെയോസിനെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം. വരുംകാലങ്ങളിൽ ചിലർ കപടാരൂപികളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. വിവാഹം വിലക്കുകയും വിശ്വസിക്കുകയും സത്യം അറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഭക്ഷ്യവസ്തുക്കൾ വർജിക്കാൻ അവർ കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയും നല്ലതാണ്. കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല. കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ ക്രിസ്തു യേശുവിൻ്റെ നല്ല ശുശ്രൂഷകനായിരിക്കും. വിശ്വാസത്തിൻ്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല പ്രബോധനത്താലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകൻ. ലൗകികവും നിരർത്ഥകവുമായ കെട്ടുകഥകൾ നീ അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ഭക്തി എല്ലാവിധത്തിലും പ്രയോജനപ്രദമാണ്. എന്തെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. ഇതിനുവേണ്ടിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ സജീവ ദൈവത്തിലാണ് നാം പ്രത്യാശയർപ്പിച്ചിരിക്കുന്നത്. ഇപ്പറഞ്ഞവയെല്ലാം നീ കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ആരും നിന്റെ ചെറുപ്പത്തിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കരുത്. വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കുക. ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങളുടെ പാരായണത്തിലും ഉപദേശത്തിലും
പ്രബോധനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. പ്രവചനപ്രകാരം സഭാശ്രേഷ്ഠന്മാരുടെ കൈവയ്പ് വഴി നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഇവയെല്ലാം നീ അനുഷ്ഠിക്കുക, ഇവയിൽ മുഴുകുക. അങ്ങനെ എല്ലാവർക്കും നിന്റെ അഭിവൃദ്ധി ദൃശ്യമാകട്ടെ. നിന്നെയും നിന്റെ പ്രബോധനത്തെയും കുറിച്ച് ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെത്തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും.